Hello dear students, welcome back to SL Classes YouTube channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. 2 days ബാക്ക് നമ്മൾ +2 ഫിസിക്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സിനെ വളരെ ചെറിയ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്ന ഉദ്ദേശത്തിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തെ 8 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡെറിവേഷൻസുമാണ് അതിനു വേണ്ടി കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തത് നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ +2 മോഡൽ എക്സാം ഫിസിക്സിന് നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഒപ്റ്റിക്സ് മുതൽ അങ്ങോട്ടേക്ക് അവസാനത്തെ ചാപ്റ്റർ വരെ മുഴുവനായിട്ടും വീഡിയോ കാണുക. രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾക്ക് പല ടോപ്പിക്സിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ ഒന്നും കൂടി വളരെ ശ്രദ്ധിച്ച് അവസാനം വരെ കേൾക്കുക. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട പോയിന്റുകൾ, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ്, ഇതാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ അടുത്ത ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് ഒപ്റ്റിക്സ് എന്നൊരു ഭാഗം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. ഒപ്റ്റിക്സിൽ 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സെക്കൻഡ് ഇയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചാപ്റ്റർ ആണെന്ന് പറയാം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്സ് നല്ലോണം ഉണ്ട്. എല്ലാം നമുക്ക് ഡ്രോ ചെയ്ത് വളരെ കൃത്യമായി പിക്ചർ വരച്ച് പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകളൊക്കെ എടുത്ത് ആംഗിൾസ് ഒക്കെ പലയിടത്തും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു ഡയഗ്രം വരച്ച് മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ കഴിയുള്ളൂ. റേ ഒപ്റ്റിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന തരത്തിൽ ഏകദേശം ഒരു 1 hour ഉള്ള ഒരു വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിരുന്നു. അത് 2 വീഡിയോസാണ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 റേ ഒപ്റ്റിക്സ് മാത്രം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണം എന്നുള്ളവർ ആ വീഡിയോ കാണണം. ഇതിൽ നമ്മുടെ എക്സാമിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ മാത്രമാണ്. അപ്പോൾ റേ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ സമയം കളയുന്നതിന് പെട്ടെന്ന് പറയാം. റേ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഐഡിയ മിറർ ആൻഡ് ലെൻസാണ്. ടൈപ്സ് ഓഫ് മിറേഴ്സ് ആൻഡ് ലെൻസ് ഉണ്ട്. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അതുപോലെ തന്നെ കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ്, ഇമേജും ഒബ്ജക്റ്റും ഉണ്ടാകുന്ന വിധം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇമേജ് ഫോർമേഷൻ ആൻഡ് സൈൻ കൺവെൻഷൻ. ഇമേജ് ഫോം ചെയ്യുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഒരു ഒബ്ജക്റ്റിൽ നിന്നും എങ്ങനെ ഒരു ഇൻസിഡന്റ് റേ വരാം, അത് മിററിലേക്കോ ലെൻസിലേക്കോ വന്നിട്ട് മിററിൽ വെച്ചിട്ട് അത് റിഫ്ലക്ഷൻ നടക്കുന്നു, ലെൻസിൽ വെച്ചിട്ട് റിഫ്രാക്ഷൻ നടക്കുന്നു, എന്നിട്ട് ഒരു ഇമേജ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് ഫോം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇമേജ് ഫോർമേഷൻ്റെ റൂൾസ് ഉണ്ട്, നിർബന്ധമായിട്ടും പഠിക്കണം. സൈൻ കൺവെൻഷൻ, പല ക്വാണ്ടിറ്റികൾ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ നമ്മുടെ ചില സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്. അതെങ്ങനെയെന്ന് പറയുന്നതാണ് സൈൻ കൺവെൻഷൻ. ദെൻ റിഫ്രാക്ഷൻ ആണ് ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്രാക്ഷനെ കുറിച്ചാണ്. അതിൽ റിഫ്രാക്ഷനും സ്നെൽസ് ലോയും, ലോ ഓഫ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് മൂവ് ചെയ്യുകയും അതിൻ്റെ പാത്തിൽ ബെൻഡ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ റിഫ്രാക്ഷനുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്നെൽസ് ലോ ഉണ്ട്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന റൂളാണ്, ഉറപ്പായിട്ടും പഠിക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, നിർബന്ധമായിട്ടും സ്റ്റാർ മാർക്ക് ഇടാൻ കഴിയുന്ന ഒരു പോയിന്റ് ആണ് TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ്റെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ്, അതെന്താണെന്ന് പഠിക്കണം. അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം എന്നൊക്കെ തുടങ്ങി മിറാഷ്, ഇതൊക്കെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ അപ്ലിക്കേഷൻസ് ആണ്, അത് പഠിച്ചു പോകണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫേസ്. ഡെറിവേഷൻ ബോർഡിലേക്ക് അത് വീണ്ടും വരുന്നുണ്ട്. ഒരു സ്ഫെറിക്കൽ സർഫേസിലൂടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ലൈറ്റ് ഫോൾ ചെയ്ത് ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്നൊരു ഐഡിയ ആണത്. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഐഡിയ, അതും ഡെറിവേഷൻസിലേക്ക് വരുന്നുണ്ട്. ദെൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിലേക്ക് വരുമ്പോൾ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഇതൊക്കെ ഡയഗ്രംസ് ആണ്. ഇത് ഡയഗ്രം വരച്ച് ഒബ്ജക്റ്റിനെയും ഇമേജിനെയും എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വരച്ച് പഠിക്കാതെ ഇതിന് വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് വരയ്ക്കാൻ മടിയുള്ളവർക്ക് ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രോ ചെയ്യാൻ വേണ്ടി തന്നെ പഠിക്കണം. ഓക്കെ, ഡെറിവേഷൻ സൈഡിലേക്ക് വരുമ്പോൾ
നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഡെറിവേഷൻ ആണ്. മിററിലും ലെൻസിലും റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. R is equal to 2F എന്നൊരു ഇക്വേഷൻ ആണ്. അത് പഠിച്ചിട്ട് പോകണം. വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഒരു തിൻ ലെൻസിൻ്റെ രണ്ട് കർവ്ഡ് സർഫേസ് ഉള്ള, അപ്പോൾ ഇത് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫേസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ ഒരു സ്ഫെറിക്കൽ സർഫേസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു തിൻ ലെൻസ് മീൻസ് രണ്ട് സ്ഫെറിക്കൽ സർഫേസ് ആണ്, അതിലൂടെ ലൈറ്റ് വന്നിട്ട് ഇമേജ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചും ആ ഫോക്കൽ ലെങ്ത്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റേഡിയസ് ഓഫ് കർവേച്ചേഴ്സും തമ്മിലുള്ള ഒരു റിലേഷനുമാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ ഡയഗ്രാം വരച്ച് പഠിക്കേണ്ട മറ്റൊരു ഡെറിവേഷൻ ആണ് പ്രിസവുമായി ബന്ധപ്പെട്ട പ്രിസം ഫോർമുല. ഓക്കെ, n ഈക്വൽ ടു സൈൻ a പ്ലസ് d ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ a ബൈ 2 എന്നൊരു ഇക്വേഷൻ ആണ് പ്രിസം ഫോർമുല. ഇത്രയും വലിയ ചാപ്റ്റർ ആണ്, പക്ഷേ ഇത്രയും ഭാഗങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ റേ ഒപ്റ്റിക്സിൽ നിന്ന് പഠിച്ചു പോകണം. അതേപോലെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുമ്പോൾ ടെലിസ്കോപ്പിന്റെയും മൈക്രോസ്കോപ്പിന്റെയും ചിത്രങ്ങളും വരച്ചു പോകണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കാനെങ്കിലും പഠിക്കൂ. എക്സാം ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ബോർഡ് എക്സാം ലെവലിൽ ഡയഗ്രത്തിന് തന്നെ നമുക്കൊരു സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഓരോന്നിൻ്റെയും ഡയഗ്രാംസ് കൃത്യമായിട്ട് വരച്ച് പോവാം. അപ്പോൾ അത്രയുമാണ് നമുക്ക് റേ ഒപ്റ്റിക്സിനെ കുറിച്ച് പറയാൻ. ഓക്കെ, ഒപ്റ്റിക്സിന്റെ തുടർച്ചയായിട്ട് വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ 10 ആണ് വേവ് ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിന്റെ അത്ര ലെങ്തി അല്ല. അതോടൊപ്പം പല കോൺസെപ്റ്റുകളും റേ ഒപ്റ്റിക്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വേവ് ഒപ്റ്റിക്സിൽ എളുപ്പമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഐഡിയ വീണ്ടും ഇവിടെ വരുന്നുണ്ട്. വേവ് ഒപ്റ്റിക്സിൽ ആദ്യം പറയുന്നത് വേവ് തിയറി ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിനെ കുറിച്ച് പല കാലഘട്ടങ്ങളിൽ പല സയന്റിസ്റ്റുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലൈറ്റ്, ലൈറ്റിന്റെ നാച്ചുർ എന്ത്, ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന പല ഫിനോമിനാസും നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് പല തിയറികൾ ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം കാര്യങ്ങളെ നമുക്ക് വളരെയധികം പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമമായിരുന്നു ഹൈജീൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ്. അവിടെ നിങ്ങൾ എന്താണ് വേവ് ഫ്രണ്ട്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്, ആ ഐഡിയ പഠിച്ചിട്ട് പോകണം. ദെൻ വേവ് ഒപ്റ്റിക്സിൽ വേവ് തിയറി കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്ത 5 പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. അതാണ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ. ഇത് 5ഉം എന്താണ്, അതാണ് ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഒരു ബേസ് തന്നെ. അതാ. അപ്പൊ ഇത് ഓരോന്നും എന്താണ് എന്ന് നിങ്ങൾ അതിന്റെ ബേസിക് ഡെഫിനിഷൻ പഠിച്ചു പോകണം. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡെഫിനിഷൻ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ഐഡിയകളാണ്, നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഡെറിവേഷനിലേക്ക് വരുമ്പോൾ ഒന്ന് സ്നെൽസിലോ വേവ് ഫ്രണ്ട് തിയറി ഉപയോഗിച്ച് റിഫ്രാക്ഷനിൽ നമ്മൾ റേ ഒപ്റ്റിക്സിലും പറഞ്ഞു സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ റിഫ്രാക്ഷന്റെ വേവ് ഫ്രണ്ട് പിക്ചർ വരച്ചിട്ട് അതിൽ നിന്നും പ്രൂവ് ചെയ്യാനുണ്ട്. അതൊരു ഡെറിവേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ നമുക്ക് സ്റ്റാർ മാർക്ക് ഇടാം, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് സ്ലിറ്റുകളിലൂടെ ലൈറ്റ് കടത്തി വിട്ടിട്ട് ആ ലൈറ്റ് രണ്ടും ഒരു സ്ക്രീനിലേക്ക് വന്നു വീഴുകയും ആ സ്ക്രീനിൽ കോൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇന്റർഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. രണ്ട് ലൈറ്റുകൾ മിക്സ് ചെയ്യാം, എന്നിട്ട് ചില പോയിന്റുകളിൽ ഇന്റൻസിറ്റി കൂടിയ ഭാഗങ്ങളും ചില പോയിന്റുകളിൽ ഇന്റൻസിറ്റി തീരെ കുറഞ്ഞ ഭാഗങ്ങളും ഉണ്ടാകുന്നതായിട്ട് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതൊരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് ഒന്ന് വരച്ച് കാണിക്കാനുണ്ട്. ആ എക്സ്പെരിമെന്റിലൂടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന രണ്ട് ബാൻഡുകൾക്കിടയിലുള്ള ദൂരം കാണുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചു പോകണം ഈ ചാപ്റ്ററിലെ ഒരു ഗ്യാരണ്ടി ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ മറ്റൊന്നാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. പോളറൈസേഷനുമായി ബന്ധപ്പെട്ടാണ് ടാൻജന്റ് ഓഫ് ടാൻ ആംഗിൾ ദ ടാൻ ഓഫ് പോളറൈസിങ് ആംഗിൾ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യലാണ്. അത് പഠിച്ചിട്ട് പോകണം. ദെൻ അവസാനം ഡിഫ്രാക്ഷൻ ത്രൂ സിംഗിൾ സ്ലിറ്റിൽ അവിടെ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് കാണാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട് ഡിഫ്രാക്ഷനിൽ. അപ്പോൾ ഈ ഇത്രയും ഡെറിവേഷൻസ് പഠിച്ചിട്ട് പോവാം. ഈ 5 പ്രോപ്പർട്ടീസ് ഉറപ്പായിട്ടും വായിച്ചിട്ട് പോകണം. ആ പോയിന്റ് എന്താണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതാണ് വേവ് ഒപ്റ്റിക്സിനെ കുറിച്ച് പറയാൻ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ
ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കാറുണ്ട്. ഫിസിക്സിൻ്റെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചും ടെക്നോളജികളെക്കുറിച്ചും ഒക്കെയുള്ളൊരു ഐഡിയകളാണ് ഇതിൽ വരുന്നത്. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെല്ലാം. അതിലൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 11, ഡുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഡുവൽ നാച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അങ്ങനെ കുറേ പോയിന്റ്സ് ആയിട്ട് എഴുതിയത് കൊണ്ട് എല്ലാം ചെറിയ ചെറിയ പോയിന്റുകളാണ്. അതോടൊപ്പം ഡെറിവേഷൻ എന്ന് പറയാൻ മാത്രം കാര്യമായിട്ടൊന്നുമില്ല. ഒന്ന്, ഇലക്ട്രോൺ എമിഷൻ എന്ത് എന്നുള്ളതാണ്. എന്താണ് ഇലക്ട്രോൺ എമിഷൻ? ഒരു മെറ്റൽ സർഫേസിൽ നിന്നും ഇലക്ട്രോൺസ് സർഫേസും അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയും വിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സ്, അതായിരുന്നു ഇലക്ട്രോൺ എമിഷൻ. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് മെറ്റൽ സർഫേസിൽ നിന്നും ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ജമ്പ് ചെയ്യിക്കുക. അതൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. അതെന്താണെന്ന് പറയണം. ഐൻസ്റ്റീൻ ആണ് ആ ഒരു ഐഡിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തന്നത്. ദെൻ ഈ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറണ്ട് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോൺസിനെ നമ്മൾ എമിറ്റ് ചെയ്തത് ഒരു സർക്യൂട്ടിൽ റൺ ചെയ്യിക്കുകയാണ്. അപ്പോൾ കറണ്ട് ഉണ്ടാവുകയാണ്. അത് ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ, സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിനെ, ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ, ഈ മൂന്ന് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് എന്ന് പറയണം. ദെൻ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറേ കൂടെ ഒരു മാത്തമാറ്റിക്കൽ ഐഡിയ കൊടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ദെൻ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ പല പ്രത്യേകതകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോകളാണ്. 4 നിയമങ്ങളുണ്ട്. അതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇതെല്ലാം ചെറിയ ചെറിയ പോയിന്റുകളാണ്. ജസ്റ്റ് ആ പോയിന്റ് മാത്രം നോക്കി പോയാൽ മതി. ദെൻ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നു ഡുവൽ നാച്ചർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? അതിലൂടെ നമ്മൾ ലൈറ്റിൻ്റെ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ച ഹൈജീൻ്റെ വേവ് തിയറിയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ഡുവൽ നാച്ചർ. ലൈറ്റ് എന്ന് പറയുന്നത് വെറും ഒരു വേവ് മാത്രമല്ല. ലൈറ്റിന് ചിലപ്പോഴൊക്കെ പാർട്ടിക്കിൾ സ്വഭാവം കാണിക്കാൻ കഴിയും. അപ്പോൾ ലൈറ്റിന് ഒരേ സമയം വേവ് നാച്ചറുമുണ്ട്, പാർട്ടിക്കിൾ നാച്ചറുമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡുവൽ നാച്ചർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു വേവ് ലെങ്ത് ഇക്വേഷൻ ഉണ്ട്. ഡീബ്രോയ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അതിനൊരു വേവ് ലെങ്ത് ഐഡിയയിലേക്ക് എത്തിച്ചത്. ആ ഡീബ്രോയ് വേവ് ലെങ്ത് ലാംഡ = h/p എന്നൊരു ഇക്വേഷൻ ആണ്. h/mv എന്നും പറയും. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് /mv മാസ് ഇൻറ്റു വെലോസിറ്റി. അതായിരുന്നു ആ ഇക്വേഷൻ. ദെൻ ഈ ഇലക്ട്രോണുകൾ, പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സബറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ പാർട്ടിക്കിൾ മാത്രമല്ല, അതൊരു വേവ് നാച്ചറും കാണിക്കുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഡാവിസൺ ജർമർ എക്സ്പെരിമെൻറ്റ്. ഒരു പിക്ചറൊക്കെ ഉണ്ട്, അതൊന്ന് വരച്ച് പോകണം. എല്ലാം ചെറിയ ചെറിയ പോയിന്റുകളാണ്. ഡെറിവേഷനായിട്ട് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഐൻസ്റ്റീൻ്റെ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിനെ പറഞ്ഞുകൊണ്ട് ലൈറ്റിൻ്റെ എനർജി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള കുറഞ്ഞ പോയിന്റുകൾ മാത്രമുള്ള ഒരു ചാപ്റ്ററാണ് ഡുവൽ നാച്ചർ. പഠിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്തത് ചാപ്റ്റർ നമ്പർ 12 ആണ്. ചാപ്റ്റർ നെയിം ആറ്റംസ്. ആറ്റംസും ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ ന്യൂക്ലിയയും, രണ്ടും കുറേയും കൂടെ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില പോയിന്റുകളും കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, തിയറികൾ മാത്രമേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് ഡെറിവേഷൻസ് ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. ആദ്യം പറയുന്നത് ആറ്റം മോഡൽസിനെ കുറിച്ചാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട ഐഡിയകളൊക്കെ തന്നെയാണ്. ആറ്റം മോഡൽസിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന 2 മോഡൽസ് തോംസൺസ് ആറ്റം മോഡലും റുദർഫോർഡ് ആറ്റം മോഡലുമാണ്. റുദർഫോർഡ് ആറ്റം മോഡലിലേക്ക് വരുമ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. നോക്കിയിട്ട് പോവേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതാ. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ നാച്ചർ എന്ത് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഐഡിയയിലേക്ക് എത്തിച്ചൊരു ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇലക്ട്രോൺ ഓർബിറ്റ്സ്. ഇലക്ട്രോണുകൾ നമുക്കറിയാം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പല ഓർബിറ്റിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡിഫറെൻറ്റ് ഓർബിറ്റുകളെ കുറിച്ചും ആ ഓർബിറ്റുകളുടെ ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന എനർജി ഐഡിയകളെ കുറിച്ചുമുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഭാഗത്ത് വരുന്നത്. അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആയിരുന്നു അറ്റോമിക് സ്പെക്ട്ര. ഇലക്ട്രോണുകൾ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ലിബറേഷൻ കൊണ്ട് അല്ലെങ്കിൽ എനർജിയുടെ അബ്സോർപ്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന പലതരം സ്പെക്ട്രൽ
ലൈനുകളെ കുറിച്ച്. അതാണ് സ്പെക്ട്രൽ സീരീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്കാണോ ഇലക്ട്രോണുകൾ ട്രാൻസിഷൻ നടത്തുന്നത് അതിനനുസരിച്ച് പലതരം സീരീസുകളുണ്ട്. അതാണ് ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. ദെൻ അവസാനത്തെ ഒരു പോയിന്റ് ആണ് ബോർ ആറ്റം മോഡൽ. നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബോർ ആറ്റം മോഡലാണ്. അപ്പോൾ ബോറിന്റെ കൺസെപ്റ്റ് പ്രകാരം എന്താണ് ഒരു ആറ്റം, ന്യൂക്ലിയസ് എന്ത്, അതിന്റെ ഓർബിറ്റിനെ കുറിച്ചും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന പല ഓർബിറ്റിനെ കുറിച്ചുമുള്ള പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്, ആ ഇലക്ട്രോണുകളുടെ എനർജി എന്താണ്, അവരുടെ ആംഗുലാർ മൊമെന്റം എന്താണ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഐഡിയകളാണ്. അപ്പോൾ ഇത്രയും തിയറി കൂടുതലായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ഭാഗമാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അറ്റോമിക് സ്പെക്ട്ര പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സീരീസുകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചേക്കാം. അതുപോലെ ബോർ ആറ്റം മോഡലും ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോവാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നു, ചാപ്റ്റർ 13 ആറ്റംസ് എന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ചാപ്റ്റർ വരുന്നു ന്യൂക്ലിയൈ. എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് അറ്റോമിക് മാസസ് ആൻഡ് കമ്പോസിഷൻ, ഐസോടോപ്പ്, ഐസോടോൺ, ഐസോബാർ. ഓക്കെ, ഒരു ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോൺസ്, ഇതിന്റെ എണ്ണം, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്തൊക്കെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ടോട്ടൽ നമ്പറൊക്കെ എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ഐഡിയ ആണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സൈസ് ഓഫ് എ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസിന്റെ സൈസുമായി ബന്ധപ്പെട്ട് വീണ്ടും അവിടെ നമുക്ക് ന്യൂക്ലിയോൺസ് എന്നൊരു ഐഡിയ വേണം. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ചാർജ് ലെസ് ആയ ന്യൂട്രോൺസുമാണ് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ളത്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺ ന്യൂട്രോണിന്റെ ചില കൂട്ടത്തെയാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് ഒരു ന്യൂക്ലിയസിന്റെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളിൽപ്പെട്ട ഒന്നാണ് മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. മാസ് ഡിഫക്റ്റ് എന്നുള്ള ഐഡിയ പറയുന്നത് ഒരു ന്യൂക്ലിയസിന്റെ ടോട്ടൽ മാസും ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസിന്റെ മാസും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ മാസുകൾക്കിടയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പേര് വിളിക്കുന്നത്. ആ മാസ് ഡിഫക്റ്റിനെ ഇക്വലന്റ് എനർജി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി. ആ എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് ഐൻസ്റ്റീന്റെ മാസ് എനർജി ഇക്വാലൻസ് ഒക്കെ യൂസ് ചെയ്യാം. E = mc². ആ m എന്ന് പറയുന്നിടത്ത് ഈ മാസ് ഡിഫക്റ്റ് എത്രയാണോ ആ ഡിഫക്റ്റ് മാസിൽ വന്ന വ്യത്യാസം അതിനെ × c² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബൈൻഡിങ് എനർജി കിട്ടും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ ഫോഴ്സസിൽ പെട്ട ഒരു ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് ആണ് നമുക്കറിയാം, അതാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ചാപ്റ്ററിലെ മറ്റൊരു സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കേണ്ട പോയിന്റ് ആണ് റേഡിയോ ആക്ടിവിറ്റി. ചില പ്രത്യേക സബ്സ്റ്റൻസുകളെ നമ്മൾ ഒരു സ്ഥലത്ത് ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ചില പാർട്ടിക്കിൾസ് പുറത്തേക്ക് പോവുകയും ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, DK എന്നാണ് നമ്മൾ പറയുക. ആ സബ്സ്റ്റൻസുകൾ ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു സബ്സ്റ്റൻസ് താനേ ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ചില മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണത്. തോറിയം പോലെയൊക്കെയുള്ള മെറ്റീരിയൽസ് ആണ് ഈ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് ഇപ്പോൾ 1 kg ഉണ്ടായിരുന്ന ഒരു സബ്സ്റ്റൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്നും ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ എമിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആ സബ്സ്റ്റൻസ് ചെറുതാവാൻ തുടങ്ങും. 1 kg ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റ് ½ kg ആയി മാറാൻ എത്ര സമയം വേണ്ടിവരും? ഉള്ള ഒരു സാധനത്തിന്റെ ടോട്ടൽ കണ്ടന്റ് ഹാഫായി മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കണം. ആൽഫ, ബീറ്റ, ഗാമ, DK ഈ 3 DKസും എന്താണെന്ന് നോക്കിയിട്ട് പോകണം. ദെൻ അവസാനത്തേക്ക് വരുമ്പോൾ ഫിഷനും ഫ്യൂഷനുമാണ്. ഓക്കെ, ഫിഷനും ഫ്യൂഷനും അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്ന വളരെയധികം എനർജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ടറുകളെ കുറിച്ചുമുള്ളൊരു സ്റ്റഡിയാണ് അതിൻ്റെ അവസാന ഭാഗത്ത്. അപ്പോൾ ഇതും കൂടുതലായിട്ടും തിയറി ഐഡിയകളുള്ളൊരു ചാപ്റ്ററാണ്. ഡെറിവേഷൻസ് പറയുമ്പം റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ചില ഇക്വേഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് DK ഉണ്ട്. ഒരു ടൈമിന് ശേഷം ബാക്കി വരുന്ന എലമെന്റ്സിന്റെ നമ്പർ, ആറ്റത്തിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ മാത്രം ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. ബാക്കിയെല്ലാം കൂടുതലും ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആറ്റംസും ന്യൂക്ലിയും അങ്ങനെയുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. കൂടുതലും തിയറി ഭാഗങ്ങളാണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. ഓക്കെ.
Then നമ്മുടെ സിലബസിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 14 വരുന്നു. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്, ഡിവൈസസ്, സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി ചാപ്റ്ററിന് പേരുണ്ട്. സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചാണ്. മെയിനായിട്ട് സെമി കണ്ടക്ടേഴ്സ്, ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. അതിൽ നമുക്ക് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. എക്സ്ട്രിൻസിക്കിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, പി ടൈപ്പും എൻ ടൈപ്പും. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്, ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഉറപ്പായിട്ട് പഠിച്ചു പോകേണ്ട ഒരു കാര്യം. ദെൻ പി എൻ ജംഗ്ഷൻ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആയ പി ടൈപ്പും എൻ ടൈപ്പും ജോയിൻ ചെയ്ത് വെക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് പി എൻ ജംഗ്ഷൻ. അതിന്റെ തന്നെ പേരാണ് ഡയോഡ് എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഒരു പി എൻ ജംഗ്ഷന്റെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ജോയിൻ ചെയ്യുന്നതിന്റെ ഒരു ഡിഫറെന്റ് മോഡ്സ് ആണ് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. ഓക്കെ, അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആയിരുന്നു റെക്ടിഫയർ. റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഡയഗ്രാംസ് ആണ് അവിടെയും, സർക്യൂട്ട് വരയ്ക്കാനുണ്ട്, എന്നിട്ട് റെക്ടിഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയണം. സെനർ ഡയോഡ്, ഇതിൽ പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെനർ ഡയോഡ് ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ആണ് എന്ന് പറയാം. സെനർ ഡയോഡിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട്. സെനറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊരു പ്രത്യേകതയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് വരുമ്പോഴാണ് ട്രാൻസിസ്റ്റേഴ്സ്, 3 സെമി കണ്ടക്ടേഴ്സ്, 2 എൻ ടൈപ്പും ഒരു പി ടൈപ്പും. നമ്മൾ അതിന് NPN ട്രാൻസിസ്റ്റർ എന്ന് പറയും. അതല്ലെങ്കിൽ 2 പി ടൈപ്പും ഒരു എൻ ടൈപ്പും, നമ്മൾ അതിനെ PNP ട്രാൻസിസ്റ്റർ എന്ന് പറയും. ആ ട്രാൻസിസ്റ്ററിന്റെ ഒരു സർക്യൂട്ട് സിമ്പൽ ഉണ്ട്, ഇങ്ങനെ റൗണ്ട് ഒക്കെ വരച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് സിമ്പൽ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് വരും, അത് നോക്കിയിട്ട് പോകണം. ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 3 അപ്ലിക്കേഷൻസ് ഉണ്ട്, സ്വിച്ച്, ആംപ്ലിഫയർ, ഓസിലേറ്റർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിക്കവാറും ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർ മാർക്ക് ഇടാം. ഈ ട്രാൻസിസ്റ്റേഴ്സിന്റെ അപ്ലിക്കേഷനിൽ സ്വിച്ച്, ആംപ്ലിഫയർ, ഓസിലേറ്റർ, ഈ 3 പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്ന്. അവിടെയും ഡയഗ്രാംസ് ഉണ്ട്, സർക്യൂട്ടുകൾ വരയ്ക്കാനുണ്ട്, എന്നിട്ടേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ചാപ്റ്ററിന്റെ അവസാനമാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ടുള്ള പലതരം ഗേറ്റുകൾ, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, ഇങ്ങനെ 5 തരം ഗേറ്റുകൾ ബേസിക് ആയിട്ട് എന്തായാലും പഠിച്ചു പോകണം. ആ ഗേറ്റുകളുടെയൊക്കെ ഒരു സിമ്പൽ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദെൻ ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ട്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് വരാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാര്യമായിട്ട് ഡെറിവേഷൻസ് ഒന്നുമില്ല, ഒരുപാട് തിയറികളാണ്, കുറേ സർക്യൂട്ടുകൾ വരച്ച് പഠിക്കാനുണ്ട്. അത്തരത്തിലുള്ളൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 14 സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് +2 ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്റർ നമ്പർ 15, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. വീണ്ടും ഒരു ചെറിയ ചാപ്റ്ററാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആശയവിനിമയം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് വലിയ മീനിങ്ങുകളുണ്ട്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ടെക്നോളജി ഉപയോഗിച്ച് വയർലെസ് ആയിട്ട്, മൊബൈൽ ഫോണിലൊക്കെ നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഡിവൈസും ആ കോൾ റിസീവ് ചെയ്യുന്ന ഡിവൈസും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു വയർ കണക്ഷൻ ഇല്ല, വയർലെസ് ആണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ തൊട്ട് മുമ്പിലത്തെ ചാപ്റ്ററായ ഇലക്ട്രോണിക്സും ഈ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡിഗ്രി ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന്, കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ മോഡുലേഷൻ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഒരു സിഗ്നലിനെ, സാധാരണ ഉണ്ടാകുന്ന എല്ലാ സിഗ്നലിനെയും, നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഫോണിലൂടെയോ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ സൗണ്ട് സിഗ്നലിനെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ, ഇതെല്ലാം ലോ ഫ്രീക്വൻസി സിഗ്നൽസാണ്. ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ നമുക്ക് ഒരിക്കലും അതേപോലെ സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനെ ഹൈ ഫ്രീക്വൻസി ആക്കി അല്ലെങ്കിൽ മറ്റൊരു ഹൈ ഫ്രീക്വൻസിയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. എന്തുകൊണ്ട് അയക്കാൻ പറ്റില്ല എന്നുള്ളതിന് നമുക്ക് 3 റീസൺസ് ഉണ്ട്. അതാണ് ആന്റിന ലെങ്ത്, പവർ ഓഫ് എ സിഗ്നൽ ആൻഡ് സിഗ്നൽ ഇന്റർമിക്സിങ്. ഈ 3 ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു സിഗ്നലിനെയും ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ സിഗ്നലിന്റെ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ എന്ന് വിളിക്കുന്ന ഒരു സിഗ്നൽ മിക്സ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയും. അപ്പോൾ മോഡുലേഷൻ എന്ത് എന്നും എന്തിനാണ് അത് ചെയ്യുന്നത് എന്നും പഠിച്ചിട്ട് പോകണം. ഡിമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രോസസ്സാണ്, അത് നോക്കിയിട്ട് പോകണം. മോഡുലേഷൻ്റെ 2 ടൈപ്പാണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ, AM ഉം FM ഉം. അതെന്താണ് എന്നും അതിൻ്റെ ഒരു വേവ് ഡയഗ്രവും ഉണ്ട്.
AM-ഉം FM-ഉം നടക്കുന്ന ഒരു വേവ് ഡയഗ്രാം ഉറപ്പായിട്ടും അത് വരച്ചു പോകണം. AM ജനറേഷൻ, അവിടെയാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ആ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് ചെറിയ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ആ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് പോകണം അവിടെ AM ജനറേഷൻ. ദെൻ ടൈപ്സ് ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആണ് ആ ചാപ്റ്ററിലെ അവസാനം വരുന്ന സാധനം. നമ്മൾ ഡിസ്റ്റൻസിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് സിഗ്നൽസിന് അയക്കാനുള്ളത് കുറഞ്ഞ ദൂരത്തിലേക്കായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടി അധികം ദൂരം ഉണ്ടാകും, ചിലപ്പോൾ വളരെ അധികം ദൂരത്തിലേക്ക് നമുക്ക് സിഗ്നൽസിനെ സെൻഡ് ചെയ്യേണ്ടി വരും. ഇതിന് നമുക്ക് 3 തരം മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട്. അതാണ് ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ് ആൻഡ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. ഇതിൽ ഓരോന്നിലും ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എത്ര, അവിടെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് വരെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഐഡിയകളൊക്കെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. എക്സാമിന് നിങ്ങൾ നോക്കി പോവേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രം ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തരത്തിലും വിട്ട് കളയാൻ പാടില്ലാത്ത പോയിന്റുകൾ. ഫിസിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് ഉറപ്പായിട്ടും പോകണം. ഇതോടുകൂടെ കംപ്ലീറ്റ് ഫിസിക്സ് ആയി എന്ന് വിചാരിക്കരുത്. എന്നാലും ഒരു 80% എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ, 90% അടുത്തൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ഇത്രയും പോയിന്റുകൾ പഠിച്ചു പോകണം. 90യുടെ എബോവ് മാർക്ക് A+ലേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പോവേണ്ടതുണ്ട്. എന്നാലും ഒരു ലാസ്റ്റ് റൗണ്ട് സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫൈനൽ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ചാപ്റ്റേഴ്സും കൂടെ പറഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.